ഓ ഓ ലിയാഖത്ത് ഭായി അല്ലേ? അതെ, സലാം പറയണ്ടല്ലോ അല്ലേ? പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ വന്നില്ല, ഞാൻ നിങ്ങളെ കേൾക്കാറുണ്ട് എല്ലാതും. ഉം. ഒരു കുറേശ്ശെ മിനിറ്റ് ശരിയാന്ന് അപ്പോ ഡോർ തോന്നാറുണ്ട്. അടിച്ചേടാ. അപ്പോ ആ ഞാനപ്പോ ഇന്നലെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു മൗലവിയുടെ പിന്നെ ഉം, പ്രസംഗം കേട്ടു. അതിലിപ്പം കേട്ടത് എന്താ വെച്ചാല് ഉം, ഇങ്ങനെ ഈ സൂറത്ത് റൂമിനെ സംബന്ധിച്ചാണ്. ഉം, അപ്പൊ റൂം അത്ര തകർന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് റസൂൽ ഇങ്ങനെ ആയത്തിറങ്ങുന്നത്, സൂറത്ത് ഇറങ്ങുന്നത്. അത് ബിലാസിനി എന്ന് പറഞ്ഞ 9 കൊല്ലാക്കി മാറ്റി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഉം. എന്ന് അതെന്താണ് അതിന്റെ സത്യം യാഥാർത്ഥ്യം അറിയാനാണ് ഞാൻ വിളിച്ചത്. എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞ പോയിന്റ്, കഥ എന്താന്ന് മനസ്സിലായില്ല. സൂറത്ത് കാരണം റൂമില് സൂറത്ത് റൂം എന്ന അധ്യായം ഇറങ്ങുന്ന സമയത്ത് ഉം, ഈ പേർഷ്യയും അതുപോലെ തന്നെ റോമും തമ്മിൽ യുദ്ധം നടന്നിട്ട് പേർഷ്യ വിജയിച്ച് റോം തോറ്റ അമ്പി ഇനി ഒരിക്കലും പുനർജീവിക്കില്ല എന്ന രൂപത്തിൽ തോറ്റ അമ്പിയ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. അങ്ങനെ സൂറത്ത് റൂമോ? അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് എന്താ ഉബയ്യത്ത് ബിൻ ഖലഫുമായിട്ട് ബെറ്റ് വെച്ച്, അങ്ങനെ റസൂൽ ബെറ്റ് മാറ്റാൻ വേണ്ടി പറഞ്ഞ് 9 കൊല്ലാണ് ബിദ്അസിനി എന്നുള്ളതിന്റെ കണക്ക് വരെ 9 കൊല്ലം വരെ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ അതുപോലെ തന്നെ മക്കത്ത് ഫത്തഹ് എന്ന സമയത്ത് ഇതുപോലെ യുദ്ധത്തിൽ റോം പേർഷ്യയെ തോൽപ്പിച്ചു എന്നുള്ള അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അങ്ങനെ സംഭവം ഉണ്ടോ അതോ ആദ്യം ഇത് ഇങ്ങനെ പറഞ്ഞു എന്നും ഇതിന്റെ ഈ പറഞ്ഞതിന്റെ തെളിവല്ലേ വേണ്ടേ? അല്ല, സൂറത്ത് റൂം ഉണ്ടല്ലോ പറഞ്ഞതിന്റെ തെളിവ്. സൂറത്ത് റൂമിൽ എത്രാമത്തെ വചനം, ഏത് വചനം നമുക്കിപ്പോ നോക്കാം. അല്ല, അങ്ങനെ ഞാൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് ഉസ്താദിന്റെ ഏത് വയലാന്ന് പറഞ്ഞാൽ ഞാൻ അത് നോക്കിട്ട് പറയാം. ഇത് ഞാൻ ഫേസ്ബുക്കിൽ അത് പെട്ടെന്ന് കണ്ട, ഞാൻ അങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ സംഭവം അങ്ങനെ ഖുർആൻ ആയത്തുണ്ട്, റൂം വിജയിക്കും പറഞ്ഞിട്ടുള്ള. അത് വിജയിച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് മുസ്താദ് പറയുന്നത്. അപ്പൊ ഏത് സൂറത്ത് റൂം നിങ്ങൾക്കും അറിയില്ലോ? മനസ്സിലായി. റോമക്കാരും പരാജയപ്പെട്ടു. റോം വിജയിക്കും ബിൽഗസിന്. അതായത് 3 കൊല്ലം മുതൽ 9 കൊല്ലം ആണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ച് 3 കൊല്ലം കൊണ്ട് ആണ് അവരുടെ ബെറ്റ് വെച്ചെന്നൊക്കെയാണ്. 5 10 ബെറ്റ് വെച്ചെന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ ബെറ്റ് വെച്ച് റസൂൽ മാറി പറഞ്ഞു 9 കൊല്ലം വരെ പറയണം പറഞ്ഞു. അങ്ങനെ 9 കൊല്ലം 100 ഒട്ടകവും ആക്കി. അതങ്ങനെ റസൂൽ അത് കിട്ടി. ഉബയ്യത്ത് ബിൻ ഖലഫ് പിന്നെ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതായത് റസൂൽ കൊന്ന ഏക വ്യക്തി ഉബയ്യത്ത് ബിൻ കഅബാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് സംഗതി ശരിയായിട്ടുണ്ടല്ലോ എന്നാണ് എന്റെ വാദം. എങ്ങനെയാന്ന്? റസൂൽ അതായത് റോം വിജയിച്ചു. സ്വാഭാവിക റോം വിജയിക്കുമ്പോ ഈ ഖുർആന്റെ പ്രവചനം ശരിയായില്ലേ? അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാവുമ്പോ ഒരു രാജ്യം വിജയിക്കും എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അല്ല, പറ്റ തകർന്ന് അതായത് അക്കാലഘട്ടത്തില് അഹ്ല് ഹദീസിന്റെ ഒക്കെ അതായത് ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ ഉള്ള നിലയ്ക്ക് പിന്നെ പേർഷ്യനെ എതിർത്തിരുന്നു മക്കത്തെ മുസ്ലിങ്ങള്. മക്കത്തെ മുശ്രീക്കുകള് പേർഷ്യയെ അനുകൂലിച്ചും ചെയ്തു. ബിംബാരാധകരായതിന്റെ പേരിൽ പേർഷ്യയെ അനുകൂലിച്ചും ചെയ്തൊരു നാട്ടുകാരാണ്. അപ്പം ഈ തകർന്ന് തരിപ്പണായടുത്ത് കടന്നെത്ത സമയത്താണ് റസൂല് ഈ ഖുർആനിലൂടെ ഈ പ്രവചനം. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം അല്ല, അറിയിപ്പ് എന്നല്ലാതെ. സാമ്രാജ്യങ്ങൾ തകരുകയും തിരിച്ചു വരികയും പിന്നെയും തകരുകയും പിന്നെയും തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നത് ലോകത്തിന്റെ ചരിത്രത്തിലുള്ളതല്ലേ? അതിലെന്താണ് ഇത് മനസ്സിലായില്ല എനിക്ക്. പെട്ടെന്ന് ഇങ്ങനെ നമ്മളിപ്പോ ഉദാഹരണമായിട്ട് മുഹമ്മദ് നബി ഒരു കുട്ടീനെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവൻ വലുതാവുമ്പത്തിന് ലോകം അവസാനിക്കുന്നത്. അപ്പോഴോ? പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴോ അത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, എന്താന്ന് സത്യം അറിയാൻ വേണ്ടിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാ ഞാൻ പറഞ്ഞത്. അത് നമ്മള് പല കാര്യങ്ങളും പിന്നെ ഈ റോമ സാമ്രാജ്യം തന്നെ പല ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു വന്ന ഒരു സാമ്രാജ്യല്ലേ? അതൊക്കെ ഉണ്ട്. അപ്പൊ അതിപ്പോ ഒരാള് പറയണില്ല, ഇപ്പൊ എന്താണ് ഇത്ര അത്ഭുതം? അല്ല, ഇപ്പൊ നമ്മളിപ്പോ ബിൽറാസിനി എന്ന് പറഞ്ഞാല് അത് ഒരു പർട്ടിക്കുലർ വർഷമൊന്നല്ലല്ലോ. അതായത് 3 കൊല്ലം മുതൽ 9 കൊല്ലത്തിനിടയിൽ ഓലൊക്കെ 5-6 കൊല്ലം കൊണ്ട് തിരിച്ചു വരും എന്നിപ്പോ നമ്മളെ നാട്ടിലത്തെ ഒരാള് പറഞ്ഞാല്, ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഇലക്ഷൻ നടന്നില്ലേ, 100 സീറ്റിന്റെ മുകളില് നേടുമെന്ന് കോൺഗ്രസ് നേടുമെന്ന് വി ഡി സതീശൻ പറഞ്ഞില്ലേ? വി ഡി സതീശൻ ദൈവത്തിന്റെ അറിവിന്റെ അടുത്ത് പറഞ്ഞതാ. രാഷ്ട്രീയ കുറിച്ച് കാഴ്ചപ്പാടുള്ള ആളാണ്. അത്രേ ഉള്ളേ.
അപ്പൊ ഞാൻ ചെറിയ കാലം മനസ്സിലാക്കുന്നത് കൊണ്ട് റോമ തിരിച്ചു വരും എന്ന് അന്നത്തെ കാലത്ത് മുഹമ്മദ് നബി പറഞ്ഞെങ്കിൽ അതിനെന്തിനാ ദൈവം? അല്ല പാളിപ്പോയ എന്തെങ്കിലുമൊന്നുമില്ലാതെ പ്രവചനങ്ങൾ അവിടെ എമ്പാടും കിടക്കണേ, പാളിപ്പോയ പ്രവചനം ജീവിതകാലത്ത് ഏതാ ഉള്ളത്? ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോ ഈ പിന്നെ ഖുർആൻ പകർത്തി എഴുതുന്നതിൽ ഒരാള് മക്കയിലേക്ക് പോകുന്നുണ്ട്. ആ പാളിപ്പോയ പ്രവചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾക്ക് കൊല്ലിയായുൽ കാഫിറിന് എടുത്തോളിയും. അത് ആ സന്ദർഭത്തിൽ അത് നെസ്ഖ് ചെയ്തല്ലേ? എന്ത് സൂറത്തന്നെ സൂറത്തന്നെ നെസ്ഖ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ മൻസൂഖായില്ലേ? നസ്ഖിയ? അതായത് ആ കാലഘട്ടത്തിന് സന്ദർഭത്തിനനുസരിച്ച് ഇപ്പൊ കള്ളുകൂടിയാണെങ്കിലും വ്യഭിചാരത്തിനൊക്കെ പല അങ്ങനെയല്ലല്ലോ. ഘട്ടങ്ങൾ. കൊല്ലിയായുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത്, ആ ആ സൂറത്ത് എന്താ പറയണേ? ആ സൂറത്ത് നബിയെ പറയുക, ഉം, കാഫിറുകളായ മുശ്രിക്കുകളോട് പറയുക, ഉം, നിങ്ങൾ അതായത് ഞാൻ മനസ്സിലാക്കുന്നതിന്റെ സബബിൻ നുസൂൽ വരുന്നത്, ഉം, ഞങ്ങൾ കൂടി നമുക്ക് ഒരു കൊല്ലം നമുക്ക് ഒരു കൊല്ലം നിങ്ങൾക്കും കൂടിയാൽ പ്രാർത്ഥിക്കുക. അപ്പൊ ഉം, അത് ഏത് കൊല്ലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അതായത് അവരുമായിട്ടൊരു സമവായം. സമാധാനം. അപ്പം ഉം. പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ ദീന്. ഇല്ല, അപ്പ സമ്മതിച്ചു പോന്നു, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് പോന്നു. പിന്നെ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പോഴാണ് അതിനെ അറിയോ? ഇറങ്ങിയത്. അത് ആ, അറിയില്ലേ? അങ്ങനെയാണ്. ഇനി അതിന് അതല്ല ഞാൻ പറഞ്ഞത്, അതിന് അതിനകത്തുള്ള തെളിവുകളില്ലല്ലോ. പ്രവചനാണ്, അതിനകത്തുള്ള പ്രവചനാണ്. അതിന് തെളിവുകളുണ്ടോ? ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ആ വിഷയത്തിലേക്കല്ല ഞാൻ പോകുന്നത്, അതിന്റെ പ്രവചന സ്വഭാവത്തിലേക്കാണ് വരുന്നത്. പാളിപ്പോയ പ്രവചനങ്ങൾക്ക് പറഞ്ഞുതരാണ്. ആ നബിയെ പറയുക, സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല. അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രസന്റ് ടെൻസിലാണ്. ആ ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നവരല്ല. ആ അതും അതും ആരാധിക്കണ്ട എന്നല്ലോ, ആരാധിക്കുന്നവരല്ല. ആരാധിക്കുന്നില്ല. അതായത് ഉം. വല അൻതും ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വല അൻതും യഅ്ബുദൂന മാ വല അഅ്ബുദു. അൻതും ആബിദൂന മാ അഅ്ബുദു ഉം. വല അന ആബിദും മാ അബത്തും. നിങ്ങൾ ഉം. ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കാൻ പോകുന്നില്ല. അത് ആ പ്രസൻസിൽ. ആ പ്രസൻസില്, അതെ. അപ്പൊ അവര് പക്ഷെ അവര് പിന്നെ മുസ്ലിം ഒന്നടങ്കം ആയിക്കൊണ്ടാണ് ആ പിന്നെ പറയുന്നത് പിന്നെ അല്ലെ? മക്കം ഫത്തുവിന്റെ സമയത്ത് എല്ലാവരും മുസ്ലിം ആയിന്നും മുഹമ്മദ് നബി ആരാധിച്ചിരുന്ന മക്ക ഖുറൈശികൾ എല്ലാവരും ഇതിന്റെ സംബോധിതരായ ഈ കുലിയായുൽ കാഫിറൂൻ ആരോടാണോ പറഞ്ഞത്, ആ സമുദായം ഒന്നടങ്കം ഇസ്ലാമിനെ അള്ളാഹുവിനെ ആരാധിക്കാൻ അല്ല, തുടങ്ങിയെന്നു അല്ലേ? അവിടെ ചെറിയൊരു പ്രശ്നം കാണുന്നത് ഞാൻ എന്താ വെച്ചാല്, എന്താ അത്? അവര് മുശ്രിക്കുകളായ ആൾക്കാരോടായിരുന്നു പറഞ്ഞത്. അല്ലല്ല, മക്കം ഫത്തഹിന് കാഫിറുകളോടാണ്. സമയം കാഫിറുകൾ ഉം, ആൾക്കാരോട് പറയുന്നത് ഉം, നിങ്ങൾ ആരാധിക്കുന്നത്. പക്ഷെ ഉം. മക്കം ഫത്തഹിന് ശേഷം അബൂ സുഫിയാൻ വരെ മുസ്ലിമായി. അവരോട് മുസ്ലിം ആയ എന്റെ അവരോടാ സുഹൃത്തെ, പറയുന്നത്. ഒരു സുഹൃത്തെ, നമ്മള് ഇപ്പൊ നിങ്ങള് ഞാൻ ആരാധിക്കും, നിങ്ങൾ ആരാധിക്കൂല, ആരാധിക്കാൻ പോകുന്നവരുമല്ല എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബീനെ ആരാധിക്കുന്നതിനെ ആരാധിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുസ്ലിം ആവുക തന്നെയല്ലേ? ആ ആ, അല്ല, മുസ്ലിം അവരോട് പറയുന്ന ഘട്ടത്തില് ആ, അവർ മുസ്ലിം അല്ല എന്ന് അല്ല. ഞാൻ മനസ്സിലാക്കി. ഞാൻ ആ തർക്കിക്കാനൊന്നുമില്ല. ഘട്ടത്തിൽ അവർ മുസ്ലിം അല്ല. ആ അപ്പൊ ആ സമയത്ത് പക്ഷെ പറയാണ്, ഞാൻ ഒരു കാലത്തും നിങ്ങളെ ആരാധിക്കുന്നതിനെ ആരാധിക്കാൻ പോണില്ല, നിങ്ങളും ഞാൻ ആരാധിക്കാൻ പോകുന്നതിനെ ആരാധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സംബോധിതർ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അവർ ഇസ്ലാം സ്വീകരിക്കാൻ അതിലിപ്പോ പോകുന്നില്ല ഇസ്ലാം എന്നാണ്. ഇസ്ലാം സ്വീകരിച്ചാൽ സ്വീകരിച്ചത്, പിന്നെ ആരാധിക്കുന്നുള്ള എല്ലാവർക്കും അറിയില്ലേ? അതിൽ ഇസ്ലാം സ്വീകരിച്ചത് അബൂ സുഫിയാൻ മാത്രല്ലേ? അല്ല, വേറെ അല്ലല്ലോ. ഇവരൊക്കെ മരിച്ചുല്ലേ? ഇനി അബൂ ഹാസിബിൻ സുഫിയാൻ വാഹിദ്. മാത്രമാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ മുഹമ്മദിന്റെയും പ്രവചനത്തിന് എന്ത് പ്രസക്തിയുള്ളത്? ഒരു ജനതയുമായിട്ട് 23 കൊല്ലം മുഹമ്മദിനെ, അല്ലെങ്കിൽ 20 കൊല്ലം മുഹമ്മദിനെ നേരിടുന്നതിലെ അവസാനത്തെ ഒരു 8 വർഷം മുഹമ്മദിനെ സായുധമായി നേരിടുന്നതിന് നേതൃത്വം കൊടുത്ത ആളാരാ? അബൂ സുഫിയാന്. അബൂ സുഫിയാൻ അല്ലേ? അപ്പൊ അള്ളാഹ്ക്ക് അറിയില്ലേ അബൂ സുഫിയാൻ ഇസ്ലാം ആവുന്ന്? അപ്പൊ അള്ളാഹ്ക്ക് അറിയണല്ലോ. പിന്നെ എന്തിനാ ഈ ആൾക്കാരെ കൊല്ലാൻ നടന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും? 5 അതൊക്കെ കൊല്ലം കഴിഞ്ഞിട്ട് മുസ്ലിം ആവാൻ അതിപ്പോ പോകുന്ന നിങ്ങള് ഒരു ഞാൻ മനുഷ്യനോടാണോ ഈ കാലം അത്ര യുദ്ധം ചെയ്യുന്നത്? അല്ല, അതിപ്പോ അള്ളാഹ്ക്ക് വേണമെങ്കിൽ ലോകത്തുള്ള എല്ലാവരെയും മുസ്ലിം ആക്കാം. ആക്കാം. അത് ആ രൂപത്തില് അത് അപ്പൊ സംസാരം അതാ കാണാൻ പറഞ്ഞ ഈ കഴിയുള്ളൂ. പ്രവചനത്തിലൊന്നും കഥയില്ലാന്ന്. അങ്ങനെ പാളിപ്പോയ പ്രവചനങ്ങളുടെ ഒരു കഥയാണ് ഇപ്പൊ കുലിയായുൽ കാഫിറൂൻ പറഞ്ഞത്. അത് അതിന് അതൊക്കെ പിന്നെ അർത്ഥം മാറ്റാണ്. അപ്പൊ ആ പ്രയോഗം അങ്ങനെയല്ല എന്നാണ്. അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരും അതിൻ്റെതായ ശൈലി മാറ്റും. എന്താ വെച്ചാല് ഈ ഖുർആനിന്റെ വിശദീകരണം അതായത് എങ്ങനെയാണ് പ്രവചനം പാളുമ്പോ ഖുർആന്റെ അർത്ഥം മാറും. സത്യമായി അല്ലെ? പ്രവചിച്ച ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ അത് അച്ചട്ടായ പ്രവചനമായിട്ട് കാണും, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ VD സതീശന്റെ പ്രവചനം അത് അള്ളാഹു വഹി ഇറക്കി കൊടുത്തിട്ടാണോ എന്നാ ചോദിച്ചത്. അയാള് രാഷ്ട്രീയപരമായിട്ട് മുഹമ്മദ് നബി രാഷ്ട്രീയക്കാരനായിരുന്നു, അവിടുത്തെ നല്ലൊരു അറിവുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന രാഷ്ട്രീയക്കാരനായിരുന്നു മുഹമ്മദ് നബി.
അത് അക്കാലത്തെ യുദ്ധാണ് രാജ്യങ്ങൾ സംഭവം. ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും പിടികൂടുകയും രാജ്യാതിർത്തി വിസ്തൃതമാക്കാൻ വേണ്ടി പല ആളുകളുമായിട്ട് സഖ്യം ചേരുകയും യുദ്ധം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു യുദ്ധ അത് നേതാവായിരുന്നു. ഇസ്ലാമിക വ്യാപനത്തിന് വേണ്ടിയിട്ടല്ലേ? അതന്നെ പറഞ്ഞേ. ആ രാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം, അതിന്റെ വ്യാപനത്തിന് വേണ്ടി സദാ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് ഭരണകൂടങ്ങളുടെ തകർച്ചയും അവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും ആധാരമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ മുഹമ്മദ് നബി കണ്ടിട്ടുണ്ടാവും. ആ മുഹമ്മദ് നബി റോമാ പറഞ്ഞു. അതൊരു സാമ്രാജ്യം എന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാല് അല്ലേ? ഈ തബൂക്ക് അതിലെന്താണ് ഇപ്പൊ ഒരു യുദ്ധത്തില് ദൈവികമായ പ്രവചനത്തിന്റെ ആവശ്യം? അല്ല, തബൂക്ക് യുദ്ധത്തിന്റെ പോയ റോമക്കാരെ എതിർക്കാനായിരുന്നു ഞാൻ പഠിച്ചത്. ശരിയാണെന്ന് എനിക്കറിയില്ല. ആ കാരണം ആ ആ തബൂക്ക് ഒരു യുദ്ധത്തില് തിരിച്ചു പോരും ചെയ്തു. തിരിച്ചു അപ്പൊ ഇവിടുന്ന് ഒരു മിനിറ്റ്, പോരൂലെന്ന് കരുതിയിട്ട് കുറെ ആൾക്കാർ യുദ്ധത്തിന് പോയില്ലാന്ന്. തബൂക്ക് യുദ്ധത്തിന് പോയത് ആ യുദ്ധം ജയിക്കൂലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ? അല്ല, അവർ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിട്ട് അൻസാരികളിൽ ചിലർ പോയിട്ടില്ല എന്ന് ഈ സൂറത്ത് തൗബയിലോ നിസായിലോ ഒക്കെ ബന്ധപ്പെട്ട് ഞാൻ അതൊക്കെ വേറെ കുറെ കഥകളുണ്ട്. അതെയോ? അങ്ങനെ കുറെ മുഹമ്മദ് ആൾക്കാർ നബിക്ക് തിരിച്ചു താല്പര്യമില്ലാത്ത ആൾക്കാരെ തോൽക്കുമെന്ന് ഉറപ്പുള്ള യുദ്ധത്തിൽ മുന്നണിയിൽ നിർത്തി പറഞ്ഞയച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ നിങ്ങക്ക് ഹാരിസിനെ സെയ്ദ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാ മരിച്ചെന്നറിയോ? സെയ്ദ് ബിൻ ഹാരിസിനെ ഉദ്ദേശിച്ചായിരിക്കും. അല്ല, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അത്യാവശ്യം ഒരു ആ കാഴ്ചപ്പാടുള്ള ആളാ. അപ്പൊ നിങ്ങൾ സെയ്ദ് ബിൻ അത് ഹാരിസിനും അത് മുഹമ്മദ് നബി വേറെ ചരിത്രത്തിന് പഠിച്ചതാണേ. ഈ അതുപോലെ തന്നെ അലി റളിയല്ലാഹുവിന്റെ അനിയൻ എന്താ ഉബൈദ് അബു ജാഫർ ബിൻ അബു താലിബ് ഒക്കെ അതിൽ മരിച്ചതാണല്ലോ. ആ അതിന് റസൂലും പങ്കെടുത്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. എവിടെ? ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലെ സൈന്യം വന്നതും റസൂൽ പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. റസൂൽ പോയിട്ടുണ്ടെന്ന് പറയാൻ കാരണം എന്താ അല്ല, വെച്ചാൽ ഞാൻ റസൂൽ പറഞ്ഞ അപ്പൊ ഈ പ്രവചന സ്വഭാവം അങ്ങനത്തെ സംഭവങ്ങളിലൊന്നും കണ്ടിട്ടില്ലാന്ന്. അത് പല സമയത്തും പലതും ഇപ്പൊ ഇല്ലാത്തുണ്ടല്ലോ. മുഹമ്മദ് നബി, ഒരു മിനിറ്റ്, ദൈവികമായ പ്രവചന സ്വഭാവം എന്ന് പറഞ്ഞാല് ഈ ആയിഷ സഫ്വാൻ സംഭവത്തിൽ മുഹമ്മദ് നബിന്റെ പ്രവചന സ്വഭാവം അല്ല കാണുന്നത് അവിടെ. മുഹമ്മദ് നബിന്റെ അതിപ്പോ നമുക്ക് ആർക്കും നിസ്സഹായതയാണ്. പറയാം, ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും പറയാൻ പറ്റും. അതാ പറഞ്ഞേ. അപ്പൊ അത് ഒരു പൊളിറ്റിക്കൽ ഏർപ്പാടിൽ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പരിസമാപ്തി ഇന്നത് രീതിയിലായിരിക്കും എന്ന് പ്രവചിച്ച ഒരു ചൈനീസ് പിന്നെ ചിന്തകൻ, ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. അയാൾക്ക് അപ്പൊ ഞാൻ ദൈവികമായിട്ടാണ് അത് പറഞ്ഞത് പ്രവചിക്കുന്നത്. ഞാനിപ്പോ അങ്ങനെ പ്രവചനം നടന്നിട്ടുണ്ട്, അത് ശരിയായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ വി ഡി സതീശൻ പ്രവചിച്ചു, അത് കൃത്യമായി അച്ചട്ടായി. അതിലവിടെ ദൈവം. അല്ല, അത് രാഷ്ട്രീയ നിരീക്ഷണമാണ് സുഹൃത്തെ. അല്ല, മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി ഈ വി ഡി സതീശനൊത്ത് ഉയർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം നമുക്ക്. അങ്ങനെയല്ല എന്നെ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാള് ആ മേഖലയുമായി ബന്ധപ്പെട്ട ചില പ്രവചനങ്ങൾ, ചില നിരീക്ഷണങ്ങൾ നടത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ, അതെ അല്ലേ? അതിപ്പോ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും, ഇപ്പം പിണറായി വിജയനും പ്രവചിച്ചിട്ടുണ്ട്. ഈ തവണ പ്രവചനം ഫലിച്ചത് വി ഡി സതീശന്റെയാണ്. അതുകൊണ്ട് വി ഡി സതീശന്റെ പ്രവചനം നമ്മൾ എടുത്തു കാണിക്കും. വേറൊരു അവസരത്തിൽ പ്രവചിക്കാൻ പോകുന്നത്, ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ പ്രവചനം ഫലിച്ചത് പിണറായി വിജയന്റെയാണ്. അപ്പൊ അന്ന് പിണറായി വിജയന്റെ പ്രവചനം ഫലിച്ചു, അത് ഉയർത്തി കാണിക്കപ്പെടും. അത്രേ ഉള്ളൂ. ഏതായാലും സന്മാർഗം എല്ലാവർക്കും കിട്ടട്ടെ. സന്മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? സത്യം തിരിച്ചറിയുക, അന്ധമായ കഥകളിലെ അന്ധമായ വിശ്വാസങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരുടെയും ഈ യൂട്യൂബ് പ്രസംഗം കണ്ടായതുകൊണ്ട് ഇതിനെ കുറിച്ച്, ചരിത്രത്തെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയത് പിന്നെ ഈ ഹാഷിം മദീനത്ത് പോയി കല്യാണം കഴിച്ച് അവന് കുട്ടി ഉണ്ടാവണമെന്നും അത് ഹാഷിമിന്റെ അനിയൻ എന്താണ് ഇയാളെ പേര്, മുത്തലിബ് കൊണ്ടുവരും, ഒട്ടകപ്പുറത്ത് വെച്ച് കൊണ്ടുവരുന്നതും അവിടുന്ന് ഇങ്ങോട്ട് അബ്ദുൽ മുത്തലിബ് വിളിച്ച ചരിത്രം മുതൽ ഞാൻ ഈ അബൂ സുഫിയാൻ എനിക്ക് മുമ്പേ ഇഷ്ടമുള്ള ആളല്ല. ഞാൻ ആ ചരിത്രം പഠിച്ചതിന് ശേഷം ഹുമയ്യ ഗോത്രത്തിന്റെ അവസാനം വരെയുള്ള, അല്ലെങ്കിൽ ഈ അബ്ബാസിയ കാലഘട്ടം വരെയുള്ള ഇസ്ലാമിക ചരിത്രം കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ പഠിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇതിന്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ റോമ സാമ്രാജ്യം തിരിച്ചു വരുമെന്ന് പ്രവചിച്ച മുഹമ്മദ് നബി ആ റോമൻ സാമ്രാജ്യത്തിന് അടുത്തേക്ക് സഖ്യത്തിലാവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്നുണ്ട്, ഇസ്ലാം സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആ കത്തുമായിട്ട് പോയ ദൂതനെ അവര് തടഞ്ഞു വെച്ചു, കൊലപ്പെടുത്തി എന്നാണ് കഥ. അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് 3000 പേരുള്ള ഒരു സംഘത്തെയാണ് സെയ്ദിനെയും അത് കഴിഞ്ഞ് ജാഫർ ബിൻ അബി താലിബിനെയും, ഒന്നാമത്തെ നേതാവായിട്ട് സെയ്ദ്, രണ്ടാമത്തെ നേതാവായിട്ട് ജാഫർ ബിൻ അബി താലിബിനും, വലിയതല്ലായിരുന്നു അതിന്റെ സൈന്യാധിപൻ. ഒന്നാമത്തെ
സയ്യിദ് ബിൻ ഹാരിസ് ആണ് ഫസ്റ്റ് കമാൻഡ്. ഉം. മറ്റേ ആദ്യം ആദ്യം ദത്തുപുത്രൻ. അപ്പൊ ഈ ഇങ്ങനെ പോവാണ്. എത്ര ആളെ 3000 പേരാണ് വരുന്നത് കേട്ടോ. അതറിയാം. ഇനി അപ്പുറത്ത് റോമാ സാമ്രാജ്യത്തിന്റെ സൈന്യം എത്രയായിരുന്നു? 1,00,000-ന്റെയും 2,00,000-ന്റെ ഇടയില്. അതെ അല്ലേ? അതുകൊണ്ട് മദീനക്കാർ കുറെ പോവാതിരുന്നതാണെന്ന് ഞാൻ പറയുന്നത് ഈ പ്രവചന സ്വഭാവമുള്ള ആൾക്ക് പിന്നെ റോമാ സാമ്രാജ്യം തിരിച്ചു വരുന്നതിന്റെ മുൻകൂർ പ്രവചനം നടത്തിയ മുഹമ്മദ് നബിക്ക് 2 സാധ്യതകളുണ്ട് ഇതില്. ഒന്നേ മുഹമ്മദ് നബിക്ക് പ്രവചിക്കാൻ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ മുഹമ്മദ് നബി സെയ്ദിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞയച്ചതാണ്. രണ്ടിലൊന്നല്ലേ വരുള്ളൂ. നിങ്ങളെ ലോജിക്ക് വെച്ച് ആലോചിച്ച് നോക്കി. റോമാ സാമ്രാജ്യത്തിന്റെ ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ വർഷങ്ങൾക്കുള്ളിൽ 9 വർഷത്തിനുള്ളിൽ റോമാ സാമ്രാജ്യം തിരിച്ചു വരുമെന്ന് പ്രവചിച്ച് റോമാ സാമ്രാജ്യത്തിന്റെ ശക്തി പ്രവചിച്ച മുഹമ്മദ് നബി ആ സാമ്രാജ്യത്തിന്റെ 1,00,000 മുതൽ 2,00,000 വരെ 2,00,000 താഴെയുള്ള സൈന്യത്തിന് നേരേക്ക് 3000 ആളുകളെ പതാക കൊടുത്തിട്ട് സെയ്ദിനെ 1ാം കമാൻഡന്റും രണ്ടാമത് ജാഫറിനെയും 2ാം കമാൻഡുമായിട്ട് പറഞ്ഞയക്കുമ്പോ ഒന്നുകില് ഒന്നുമില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള സെയ്ദിനെ രക്തസാക്ഷിത്വം വഹിക്കുക. മാത്രല്ല സെയ്ദ് ആരാ? ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക സഹാബിയാണ് അല്ലേ? ഇത് കൊലക്ക് കൊടുക്കാൻ പോകണമെന്ന് മുഹമ്മദ് നബിക്ക് അറിയില്ലായിരുന്നോ? അതോ മുഹമ്മദ് നബി മനഃപൂർവ്വം കൊലക്ക് കൊടുത്തതാണോ? അതിപ്പോ ഹാരിയെ കുറിച്ച് ദാവൂദ് നബിന്റെ ഒരു കഥയിൽ അങ്ങനെ ഉണ്ട്. ആ കഥയിൽ നിന്ന് പ്രചോദനായതാണ് അറിയാല. ഞാൻ പറഞ്ഞ ആ കഥയിൽ നിന്ന് ഐഡിയ മോഷ്ടിച്ചിട്ട് ഐഡിയ മനസ്സിലാക്കിയിട്ട് ചെയ്തതാണെന്ന്. അപ്പൊ ഇത് പ്ലാൻഡ് മർഡർ ആണ്. ശരിക്ക് സെയ്ദിനെ കൊലക്ക് കൊടുത്തതാണ് എന്നാണ് നമുക്ക് സാമാന്യനെ വായിച്ചാൽ മനസ്സിലാവുക. ശരിക്ക് പിന്നെ ഈ സെയ്ദിന്റെ അന്നത്തെ ഭാര്യ റസൂൽ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ സൈനബിനെ കല്യാണം കഴിച്ചു? പിന്നെ പേടിയൊന്നുമില്ലല്ലോ. പിന്നെന്താ കല്യാണം കഴിച്ചിട്ടുണ്ട്, കല്യാണം കഴിച്ചിരുന്നു. പിന്നെ കൊലക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ റസൂൽ എന്താ പറയുന്നത്? അപ്പുറത്തൊന്നും അവിടെ നടക്കൂല. അതൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് മറ്റേ സംഭവത്തില് കഥയിലും റസൂല് പറഞ്ഞത്. അതിന്റെ അപ്പുറമൊന്നും അവിടെ നടക്കുന്നില്ല, നടന്നിട്ടുമില്ല. അതന്നെ അവസാന കാലഘട്ടത്തിൽ. മാത്രല്ല സെയ്ദ് ബിൻ സാബിദിനേക്കാളും യുദ്ധവീരന്മാരായിട്ടുള്ള ആൾക്കാർ അപ്പുറത്തില്ലേ? ഖാലിദ് വലീദിനെ പോലത്തെ ആൾക്കാരുണ്ട്. അലി ബിൻ അബി താലിബ് ഇല്ലേ? അലി റസൂൽ മരിച്ചതിന്റെ ശേഷം ഒറ്റ യുദ്ധത്തിലും അലി പങ്കെടുത്തിട്ടില്ല. മരിക്കണേന് റോമയിലേക്ക് മുഹമ്മദ് ആളെ പറഞ്ഞേക്കുമ്പോ അലി അവിടെ ജീവനോടുണ്ടല്ലോ. അതുണ്ട്. വീരപ്പുലി അലിയല്ലേ? അലി പിന്നെ റസൂൽ മരിച്ചതിന് ശേഷം ഒരു യുദ്ധത്തിലൊന്നും. നമ്മളിത് ലോജിക്കലായിട്ട് ഇതിനെ നമ്മൾ 2 രീതി കാണാം. ദൈവികമായിട്ട് അന്വേഷിച്ചാല് അത് വേറെ അബദ്ധങ്ങളാണ്. പൊളിറ്റിക്കലായിട്ട് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ത്രില്ലിംഗ് സ്റ്റോറിയാണ്. അങ്ങനല്ല. ഞാൻ ആദ്യം പറഞ്ഞത് ലോകത്തുള്ള ജനങ്ങളെ മൊത്തം മുസ്ലിമാക്കാൻ അള്ളാഹുവിന് കഴിയും. ആ രൂപത്തിലല്ല ജനങ്ങളെ വിശ്വാസതയോടും അവരുടെ മനോധൈര്യത്തോടും ആത്മാർത്ഥതയോടും കൂടി ഇത് സത്യമാണ് എന്ന് മനസ്സിലാക്കി വിശ്വസിക്കാൻ പാടില്ല ഓരോ പ്രവർത്തനങ്ങളാണ്. അങ്ങനെ വിശ്വസിക്കാൻ ഒരാൾക്ക് അള്ളാഹുവിന്റെ തീരുമാനം അല്ലാതെ കഴിയൂലേ? അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത് ആര് വിശ്വസിക്കണം ആര് വിശ്വസിക്കണം. അത് ഭാഷാശൈലിയാണ്. അതിന് ഭാഷാശൈലി ഒന്നല്ല, അത് വേറെ വിഷയമാണ്. നമുക്ക് വേണമെങ്കിൽ പിന്നെ സംസാരിക്കാം. ഖദർ കഥയും പറഞ്ഞുള്ള ആൾക്കാരെ ഈമാൻ പോകും. ഖദറും കഥയും പറഞ്ഞിട്ട് ഈമാൻ പോയ എത്രയോ ആൾക്കാരെ എനിക്കറിയാം. അല്ല, ഞാന് മദീനത്ത് ഈ ഭക്ഷണം കൊടുക്കലുണ്ട് ഹജ്ജിമാർക്ക്. അപ്പൊ ഹജ്ജിന് പോയാൻ മറ്റന്നാൾ മദീനത്ത് പോവുകയും ചെയ്യാം. അപ്പൊ എന്റെ ഒരു സൗദി ഉണ്ട്, ഞങ്ങൾക്ക് സൗദിനെ പണിക്കൊക്കെ ആണല്ലോ. അയാളോട് അങ്ങനെ കുറെ കഥകളൊക്കെ പറയും. നിങ്ങളതൊക്കെ വായി കേട്ടിട്ട് ആളിങ്ങനെ ചിരിച്ചിരിക്കും, അല്ലാതൊന്നും പറയില്ല. അപ്പൊ ഒരു സത്യം പറയുകയാണെങ്കിൽ അയാൾ തന്നെയാണ് പറഞ്ഞത്. ഒരു 20% സൗദികളും ഉള്ളിൽ സോഷ്യൽ മീഡിയയുടെ ഈ അതിപ്രസരണം കാരണം മുൽഹിദായിട്ടുണ്ട്. ഒരു മുൽഹിദാന്നാ പറയാ, മുൽഹിദായി പോയിട്ടുണ്ട്. അവരെന്നെ പറയണം. അപ്പൊ ഞാൻ എന്നെ അയാൾ ഇടക്കിടക്ക് വിളിക്കേ മഞ്ജു മുൽഹിദാന്നൊക്കെ പറഞ്ഞാട്. ഏതായാലും മറ്റന്നാൾ ഞാൻ അടുത്ത് പോകും. ഇൻഷാ അല്ലാഹ്. വിളിക്കണ്ട്. ശരി.